സ്നേഹത്തിന് വേണ്ടി നിങ്ങൾ ഒരിക്കലും യാചിക്കരുത്. പ്ലീസ് ഡോണ്ട് ബെഗ് ഫോർ ലവ്. നിങ്ങളങ്ങനെ യാചിച്ച് അവരുടെ പുറകെ ഓരോ വട്ടം പോകുമ്പോഴും നിങ്ങൾക്ക് എന്താ കിട്ടാന്നറിയോ? സഹതാപമാണോ സ്നേഹം? നോ. സ്നേഹം എന്താണെന്നറിയോ? അവരുടെ കണ്ണിൽ നിങ്ങളോടുള്ള വാല്യൂ. അതില്ലാത്തടത്ത് നിങ്ങൾക്ക് മാക്സിമം കിട്ടുന്നത് സഹതാപവും അവഗണനയാണ്. സ്നേഹം നമുക്കൊരിക്കലും ചോദിച്ചു വാങ്ങാൻ പറ്റത്തില്ല. അത് നമുക്ക് അവർ അറിഞ്ഞു തരണം. സോ അറിഞ്ഞു തരുന്നിടത്ത് നിൽക്കുക. പ്രിയമുള്ളവരെ നമസ്കാരം. ഈ വീഡിയോ കണ്ടല്ലോ, ഈ വീഡിയോ ഇട്ടേൽ ഈ പെണ്ണിന്റെ ഭാഗത്ത് ഒരു ന്യായമില്ല. ഈ പെണ്ണിന്റെ ഒരു പെറ്റൊരു വീഡിയോ അല്ല. ഉദാഹരണത്തിന് ഇഷ്ടപ്പെട്ട ആൾക്കാരെ സ്നേഹിക്കാം, കൂടെ കഴിയും, എല്ലാം ചെയ്യാം. പക്ഷെ അത്രയും കൂടി നന്നായിട്ട് വേണം. ഒരു ഭർത്താവ് അനുസരിക്കുന്ന ഒരു പെണ്ണായിരിക്കണം. നല്ലപോലെ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു കുഴപ്പമില്ല. അതല്ലാതെ കണ്ടതുപോലെ അയിഞ്ഞാടുന്ന ഒരു പെണ്ണിനൊക്കെ പറഞ്ഞ കേസൊന്നല്ല ഈ കേസ് എന്ന് പറയുമ്പോൾ. ഇങ്ങനത്തെ ഒരു കേസ് അങ്ങനത്തെ ആൾക്കാർക്ക് ഒരിക്കലും ഒരു ജീവിതത്തിലോ ഒരു ഇതിലേക്കോ ഒരു വില ഉണ്ടാവില്ല. ഒരു ഭർത്താവിന്റെ കൂടെയോ അല്ലെങ്കിൽ കൂടെ താമസിക്കുന്ന ആൾക്കാരുടെ കൂടെ ഒരു പുരുഷന്റെ കൂടെ നിൽക്കുമ്പോഴത്തേക്ക് പുരുഷൻ പറഞ്ഞ പോലെ കേൾക്കണം. തിരിച്ചു അങ്ങനെ. എന്നാലും പെണ്ണ് അയിഞ്ഞാട്ടക്കാരിയായാൽ ഒരിക്കലും ഒരു പുരുഷൻ ഇഷ്ടപ്പെടില്ല. അത് ആദ്യം മനസ്സിലാക്കണം. ആദ്യം മനസ്സിലാക്കി വേണം ഇങ്ങനത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. ഒരിക്കലും ഇങ്ങനത്തെ ആൾക്കാരായി സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന വെച്ചാൽ അവന്മാർക്ക് കുറച്ച് അഹങ്കാരം കൂടുന്നത്. അതിനൊരിക്കലും നമ്മൾ സമ്മതിച്ചെടുക്കാൻ പാടില്ല. സോഷ്യൽ മീഡിയ പോകണം, നല്ല കാര്യം തന്നെ. പക്ഷെ അവളെ പുരുഷന് സമ്മതമാണെങ്കിൽ മാത്രം. അല്ലെങ്കിൽ ഇടി അയിഞ്ഞാടി വന്നിട്ട് അവസാനം ഭർത്താവ് വേറെ ആളെ കൂടെ പോയി ആളെ പ്രണയിച്ച് പറഞ്ഞ കാര്യമില്ല. എന്തുകൊണ്ടാ? പെണ്ണുങ്ങളെ പിടിപ്പുകേട് കൊണ്ടാ. അതാദ്യം മനസ്സിലാക്കണം. മനസ്സിലാക്കി വേണം ഓരോ ചലനങ്ങളും മുന്നോട്ട് വേണം. എന്നിട്ട് വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടിയിട്ട് അങ്ങനെയായി ഇങ്ങനെയായി മനസ്സ് വിഷമായി ഒരിക്കലും പോകാൻ പാടില്ല എന്നൊക്കെ ചരച്ച് നിന്നിട്ടൊന്നും കാര്യമില്ല. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി. എന്താ പറയുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ കാണുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞു പോകുന്നതാ. അതാദ്യം മനസ്സിലാക്കണം. ഓക്കെ, നന്ദി, നമസ്കാരം.